ബറക്കത്തുള്ള സ്ത്രീയാണോ നിങ്ങൾ? എങ്കിൽ 4 ലക്ഷണങ്ങൾ പറയട്ടെ. ഈ 4 നിങ്ങളിലുണ്ടോ? നിങ്ങൾ ബറക്കത്തുള്ളവരാണ്, ബറക്കത്തുള്ള സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം അള്ളാഹു ഇങ്ങനെ ഇറക്കിത്തരും എന്നാണ്. അത്രമേൽ ബറക്കത്തുള്ള ജീവിതം ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ആരാണതെന്ന് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ 4 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ? നിങ്ങൾ ബറക്കത്തുള്ളവരാണ്. ഒരു കാര്യം പറയാം, ഈ 4 ഇല്ലാത്തവരൊക്കെ ബറക്കത്തില്ലാത്തവരാണ് എന്ന് അർത്ഥമില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കണം. ഈ 4 നിങ്ങളിലില്ലേ, നിങ്ങൾ ബറക്കത്തില്ലാത്തവരാണെന്നല്ല. പിന്നെ ചില ആളുകൾക്ക് സ്വന്തം കഴിവുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പടച്ചവൻ്റെ വിധിയിൽ അങ്ങനെ ഇല്ലാതിരിക്കാം. അപ്പോൾ അവരെ നമുക്ക് ബറക്കത്തില്ലാത്തവരെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അവരെയും നമുക്കങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇതില്ലാത്തവരാണെന്ന് കരുതിയിട്ട് ബറക്കത്തില്ല എന്ന് നമ്മൾ വിധിക്കാനും പോകണ്ട. എന്നാൽ ഉള്ളവരോ ഒരു ഭയങ്കര ബറക്കത്തുള്ളവരാണ്. ഏതാണ് ആ 4 കാര്യങ്ങളത് മനസ്സിലാക്കണം അല്ലേ? അള്ളാഹു അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് ആസ്വദിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാമുന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് 4 ലക്ഷണങ്ങൾ. ഒരുപാടുണ്ട്, 4 നമുക്ക് പറയാം. ഇത് ബറക്കത്തുള്ള പെണ്ണിൻ്റെ അടയാളാണ്. ബറക്കത്തുള്ള പെണ്ണിന് അള്ളാഹു ബറക്കത്ത് ഇറക്കി കൊടുക്കൂലേ? അവൾ നിൽക്കുന്ന സ്ഥലം, ആ വീടൊക്കെ ബറക്കത്താൽ നിറയൂലേ? എന്താണത് ആ ബറക്കത്ത് എന്നറിയണ്ടേ? ഒന്നാമത്തേത് സുറഅത്തു തസ്വീജിഹ, പെട്ടെന്ന് കല്യാണം കഴിക്കുക. അതൊരു പെണ്ണിൻ്റെ ബറക്കത്താണെന്നാണ്. പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു കല്യാണപ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊല്ലം ഭാഗത്തുള്ളൊരു പെൺകുട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, 26 വയസ്സായി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 26-27 കല്യാണം കഴിപ്പിച്ച് വിടുകയുള്ളൂ എന്നാണ്. ശരിക്കും അങ്ങനെയൊന്നും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല പെൺകുട്ടികൾക്ക്. അവൾ കാലിൽ നിൽക്കണ്ടേ, കല്യാണത്തിന് ശേഷം പഠിക്കാമല്ലോ. പഠിക്കണ്ടെന്നല്ല പറയണത്, പെൺകുട്ടികളൊക്കെ പഠിക്കട്ടെ, നന്നായി പഠിക്കണം. പക്ഷേ ഒരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നേരത്തെ കല്യാണം കഴിക്കൽ ഒരു ബറക്കത്ത് തന്നെയാണ്. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ 23-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പോയെങ്കിൽ കിട്ടിയപ്പോൾ ഒരു ജോലി ഉണ്ടാവണം. 23 വയസ്സിൽ അൽഹംദുലില്ലാ ഞാൻ ഒരു കോളേജിൽ പ്രൊഫസറായിരുന്നു. അതോടൊപ്പം ഒരു മഹലിൻ്റെ ഖത്തീബായിരുന്നു. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുടുംബം നോക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തന്നപ്പോൾ ഞാൻ 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഉമ്മ സമ്മതിക്കണ്ടേ? അപ്പോൾ അതെന്താ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്. ഏത്? അൻ നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എൻ്റെ സുന്നത്താണെന്നാണ്. ആ സുന്നത്ത് എത്രയും പെട്ടെന്ന് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വല്ലാത്തൊരാഗ്രഹം. എന്നിട്ടെന്താ വേറെ സുന്നത്തൊന്നും ഇഷ്ടമല്ലാത്തത്? ഏതെങ്കിലും ഒരു സുന്നത്തിന് ഇഷ്ടപ്പെടുത്തേടോ, അത് നിങ്ങൾ സന്തോഷിക്കുക. അല്ലാണ്ട് അന്നാ മറ്റതില്ലാത്തത് പെണ്ണ് കെട്ടാൻ മാത്രമാണ് ഇഷ്ടം അങ്ങനെയൊന്നും ചോദിച്ചു കളയല്ലേ. അതൊരു മനസ്സിനും ജീവിതത്തിനൊക്കെ സന്തോഷം തരുന്ന ഒരു സംഗതിയല്ലേ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത്? എന്തിനാ കല്യാണം കഴിക്കണേ? അങ്ങനെയൊക്കെ ചോദിക്കല്ലോ ഉസ്താദേ. പറയാൻ പറ്റുന്ന ഉത്തരം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശമൊന്നുമല്ല. ഖുർആൻ പറയേണ്ടത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. സമാധാനം കിട്ടാനാണ് കല്യാണം കഴിക്കണത്. ഞങ്ങൾ പോവുകയാണ്, നിൽക്കണില്ല എന്ന്. കല്യാണം കഴിച്ചിട്ട് സമാധാനം കിട്ടി എത്ര പേരുണ്ട്? റൈസ് ഹാൻഡ്സ്. വേണ്ട, കൽബിൽ പറഞ്ഞാൽ മതി. അള്ളാഹു കണ്ണീറിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ കല്യാണം കഴിക്കേണ്ടത് സമാധാനം കിട്ടാനാണ്. അപ്പോൾ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണോ, ഖുർആൻ്റെ കുഴപ്പമാണോ, അള്ളാഹുടെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പം തന്നെയാണ് ഉസ്താദേ. അപ്പോൾ നമ്മൾ നന്നാവണ്ടേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നേരത്തെ കല്യാണം കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. രണ്ടുപേരും ഒരു കുട്ടിത്തമൊക്കെ ആസ്വദിച്ച് റൊമാൻറ്റിക് ലൈഫൊക്കെ ആസ്വദിക്കാൻ കൂടുതൽ പറ്റും. ഈ പ്രായം കൂടുന്തോറുമുള്ള കല്യാണത്തിൽ റൊമാൻസൊക്കെ കുറയുന്നേ. പിന്നെ ഭയങ്കര ഗൗരവമായിരിക്കും. ഭയങ്കര ഗൗരവം, കുട്ടിക്കളികളൊന്നും ഉണ്ടാവില്ല. ശരിക്കും കുറച്ച് കുട്ടിക്കളികളൊക്കെ വേണം ആ കല്യാണത്തിൽ. കളിയും ചിരിയും തമാശയും കുറച്ച് അടിപിടിയും ഒക്കെ വേണം. ഒരു രസമാണ് അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയൊക്കെ ആയി, ഇനി പുരുഷനാണെങ്കിൽ ഒരു ജോലിയൊക്കെ ആയി, എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടേ കെട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിനക്കൊരു പെൺകുട്ടിയെ പോറ്റാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നീ എത്തിയാൽ ഉടനെ കല്യാണം കഴിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോറ്റാൻ കഴിയില്ലേ, നീ നോമ്പ് പിടിച്ചോ, കല്യാണം കഴിക്കണ്ട. കാരണം അവളുടെ ചിലവ് നീ ഏറ്റെടുക്കണം, അവളെ പൊന്നുപോലെ നോക്കണം. ഇതിന് പറ്റുമെങ്കിൽ നീ കെട്ടിക്കോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നേരത്തെ കല്യാണം കഴിച്ചാലുള്ള മറ്റൊരു ഗുണം, കുട്ടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴേക്ക് നമ്മൾ ആ ഒരു നമ്മുടെ യുവത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോടൊപ്പം നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാനൊക്കെ പറ്റും. മറ്റൊരുപാട് വൈകി കല്യാണം കഴിച്ചാൽ മക്കളൊന്ന് വലുതാകുമ്പോഴേക്ക് നമ്മൾ നരച്ച് ആകെ ഇടങ്ങേറായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഫ്രണ്ട്ലി ടച്ച് കുട്ടികൾ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് ഗൗരവത്തിലായി പോവും, ഒരു കളിയും ചിരിയൊക്കെ കുറയും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം നേരത്തെ കല്യാണം കഴിക്കൽ വളരെ 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 നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പെൺകുട്ടികളെന്താണ് ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറയുന്നതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് പടച്ചോനെ ഈ ജാതി ജീവിതമാവും എൻ്റെ ലൈഫ് എന്ന് പേടിച്ചിട്ടാണ് മക്കൾ പറയണത്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ പ്രണയ ജീവിതം എന്നുള്ളത് കുറച്ചൊക്കെ മക്കൾ കാണണം. പരസ്പരം വായിലേക്ക് വാരി വെച്ച് കൊടുക്കണത്, കൊച്ചു കൊച്ചു ചുംബനങ്ങൾ, സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കലുകൾ, പരസ്പരം മടിയിൽ കിടക്കുന്നത്, കിച്ചണിൽ സഹായിക്കുന്നത്, കാണാൻ പറ്റുന്ന രീതിയിൽ ഹഗ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കൊച്ചു കൊച്ചു സ്നേഹപ്രകടനങ്ങളൊക്കെ മക്കൾ കാണട്ടെ. അപ്പോൾ കുട്ടിക്ക് തോന്നി കല്യാണം കഴിച്ചാൽ ലൈഫ് അടിപൊളിയായിരിക്കും. ആ തോന്നലുള്ളിൽ ഉണ്ടായി കൊടുക്കണം. അല്ലാണ്ട് വാപ്പായും മായി എപ്പോഴും എടേ ചായ ഉണ്ടാ വെള്ളം കൊണ്ടാ ഇത് കണ്ട പടച്ചോനെ ഞാനും ഇനി ഇതേപോലെ ഒരു അടിമയായി പോകുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നല്ല നിലക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തേത് സുറാഅത്തു റഹിമിഹ, നേരത്തെ പ്രസവിക്കുക. നേരത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പേ പ്രസവിക്കുക എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വൈകിച്ചുകൊണ്ട് പോകണ്ട, ഒരുപാട് വൈകിച്ചുകൊണ്ട് ഒരു 4 to 5 years കഴിയട്ടെ, ഒന്ന് സെറ്റിലായിട്ട് ഞങ്ങൾ പ്രസവിക്കുള്ളൂ. ഇപ്പം ഞങ്ങളാണല്ലോ പ്രസവിക്കണത്, ഞാനല്ല. അതാണ് അല്ല, ഞങ്ങളല്ല. വി ആർ പ്രഗ്നൻറ്റ്, ഞങ്ങൾ ഗർഭിണികളാണ്, ഞങ്ങൾ ഗർഭിണിയാണ് എന്നാണ്. അങ്ങനെ ട്രെൻഡ് മാറിയൊന്നും ഞാൻ ഗർഭിണിയാണ് എന്നല്ല, ഞങ്ങൾ ഗർഭിണിയാണ്. ആയിക്കോട്ടെ, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഗർഭിണിയാണെന്നൊക്കെ പറയൽ വളരെ രസകരമായ കാര്യമാണ്. അപ്പോൾ പ്രസവം ഒരുപാട് വഹിച്ചുകൊണ്ട് വരുത്. ഒരു 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കാത്തു നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരു 5 കൊല്ലം കഴിയട്ടെ. അങ്ങനെ കാത്തു നിന്ന് 5 കൊല്ലം കഴിഞ്ഞ് സെറ്റിലായി തോന്നിയപ്പോൾ ഇവർ അതിനുള്ള പരിപാടികളൊക്കെ നോക്കി, പക്ഷേ കുഞ്ഞാവണില്ല. പിന്നെ മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും കുട്ടി ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ആരാണ് പ്ലാൻ ചെയ്യുന്നത്? അള്ളാഹുവാണ്. അള്ളാഹുവാണത് പ്ലാൻ ചെയ്യുന്ന ആൾ. റബ്ബുൽ ആലമീൻ തന്നാലേ ഉണ്ടാവുള്ളൂ. നമ്മൾ തമ്മിൽ എന്തെല്ലാം ഇൻ്റർകോഴ്സുകൾ ഉണ്ടെങ്കിലും റബ്ബ് തരണം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഭയന്നിട്ട് കയ്യിൽ 5 പൈസ ഇല്ല, എന്ത് ചെയ്യും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളുണ്ടാകാത്തൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അല്ലല്ലോ, അല്ലല്ലേ തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ ഹബീബായ തങ്ങളുടെ ഒരു ഹദീസില്ലേ, എൻ്റെ ഉമ്മത്തിൻ്റെ ജനസംഖ്യ കണ്ടിട്ട് ഞാൻ അഭിമാനം പറയും. എന്തിനേറെ ഒരു രക്തക്കട്ടയാണ് നിങ്ങൾ പ്രസവിച്ചതെങ്കിലും ആ കുഞ്ഞിനെ പൊക്കി പിടിച്ചിട്ട് ഞാൻ അഭിമാനം പറയുമെന്നാണ്. അപ്പം എൻ്റെ മുത്തുനബിക്ക് നാളെ പരലോകത്ത് അഭിമാനം പറയാൻ എനിക്ക് കുഞ്ഞുണ്ടാകണം, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. അങ്ങനെ ദ്വാരക്കുമ്പോൾ അള്ളാഹു നമുക്ക് സമ്പത്തിനും ബർക്കത്തിനും മക്കളെ നോക്കാൻ വേണ്ടതൊക്കെ ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മുത്തുനബിക്ക് അഭിമാനം പറയാൻ എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചില ആൾക്കാരോട് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 മാസം ആവണുള്ളൂ, അപ്പോഴത്തേക്കും ഗർഭിണിയായി. അപ്പം താത്താന്മാർ പോയല്ലേടിയുള്ളൂ ഇപ്പം തന്നെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ? മോശമല്ലേ? മോശമല്ലേ? അള്ളയല്ലേ കൊടുക്കുന്നവൻ? അള്ളയല്ലേ കൊടുക്കുന്നവൻ? ഇനി ഒരു 6 മാസമായിട്ട് കുഞ്ഞുണ്ടായില്ല എന്ന് വെച്ചു, ഒന്നും ആയില്ല അല്ലേ മോളെ, ഡോക്ടറെ വല്ലതും കാണിക്കണ? ദേ മറ്റിടത്തൊരു ഡോക്ടറുണ്ട്, അവിടെ പൊയ്ക്കോ, അവിടെ പൊയ്ക്കോ. ആയിരിക്കാ കുഴപ്പം? അവനാണോ മോക്കാണോ? എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ എന്താടി വിശേഷം, സുഖോണുത്ത? അതല്ലടി, അതല്ല, വേറെ വിശേഷമൊന്നും ആയില്ലേ? ഇതിന് നല്ല മറുപടി ഉണ്ട്, ഞാനിപ്പോൾ പറയണില്ല. അങ്ങനത്തെ താത്താന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പരിപാടി ഇവിടെ നിർത്തിക്കൊള്ളാം. കാരണം ഒരു മനുഷ്യനായിട്ട് കുത്തി നോവിക്കലാണിത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? മക്കള് തരുന്നവനാരാ? അള്ളാഹുവാണ്. അള്ളയാണ് തരുന്നവൻ. ആ ബോധം നിങ്ങൾക്കില്ലേ? ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെന്ന് വിചാരിക്കുക, ഈ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വല്ല ഉറപ്പുണ്ടോ താത്താന്മാരെ? ഉണ്ടോ ഈ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന്? മരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം തരുമെന്ന് ഉറപ്പുണ്ടോ? പുറംകാലം കൊണ്ട് തട്ടൂലെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ ഈ ജാതി ഡയലോഗ്സൊക്കെ മാറ്റി വെക്കുക കേട്ടോ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇനി മൂന്നാമത്തേത് ഖില്ലത്തു മഹ്രിഹ, മഹർ കുറയ്ക്കുക. അങ്ങനെ മഹർ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ബർക്കത്തുള്ള പെണ്ണിൻ്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ മഹർ ആരുടെ അവകാശമാണ്? പെണ്ണിൻ്റെ അവകാശമാണ് അല്ലേ? ആണെന്ത് തരുന്നു അതങ്ങനെ സ്വീകരിക്കാമെന്നല്ല. ശരിക്കും പെണ്ണ് പറയണം എനിക്ക് ഇത്ര മഹർ വേണം. അങ്ങനെ പറയുമ്പോൾ ഒരു കുറച്ച് അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന മഹർ പറയാം. പക്ഷെ ആരും അങ്ങനെ പറയണില്ല. താങ്ങാൻ പറ്റുന്ന മഹർ പറയാം. മഹർ ഒരുപാട് ദീർഘിക്കാതിരിക്കൽ, ഒരുപാട് അധികമാകാതിരിക്കൽ സുന്നത്തു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാല, താലിമാല നമുക്കിടാൻ പറ്റിയ രീതിയിൽ 2.5 പവനോ അല്ലെങ്കിൽ 3 പവനോ അതിൻ്റെ ഉള്ളിൽ മതി ഇല്ലേ? പോരെ? ഒരുപാട് 10 പവൻ്റെ 20 പവൻ്റെയൊക്കെ മാല വാങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ബറക്കത്ത് ആ സുന്നത്ത് എന്താണ്? മഹർ കുറയ്ക്കലാണ്. എന്നാൽ തീരെ കുറഞ്ഞു പോകാൻ പാടുണ്ടോ? അതും പറ്റൂല ഇല്ലേ?
പിന്നെ പെണ്ണിന് സ്വർണം കൊടുക്കണ്ടേ, നിങ്ങൾക്ക് ദൂരം വേണമെങ്കിലും കൊടുക്കാം, മഹർ ഇതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? പെണ്ണിന് അവൾക്ക് എന്ത് വേണോ അതൊക്കെ കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പെണ്ണിന് സ്വർണ്ണമുണ്ട്, വാപ്പ കൊടുത്ത സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോ, സ്ത്രീധനം വാങ്ങൽ നിഷിദ്ധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ കണക്ക് പറഞ്ഞിട്ട് മേടിക്കുന്നൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല അത്. എന്നാൽ വാപ്പ ഇഷ്ടപ്പെട്ട് പെണ്ണിന് കൊടുത്തു അല്ലേ, കല്യാണം കഴിഞ്ഞപ്പോൾ അവളുടെ വാപ്പ ഇഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം അവൾക്ക് കൊടുത്തതാണ്. ഇതാരുടേതാണ് ഈ സ്വർണം? ആരുടേതാ? അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയോൻ്റെതല്ലേ എന്നാരാ പറഞ്ഞത്? ഏത് 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 കിതാബിലുള്ളത്? വേണ്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ? അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും കിതാബിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? എടോ, അവളുടെ കയ്യിൽ എന്താണുള്ളത് അത് അവൾക്കുള്ളതാണ്, അവൾക്ക് മാത്രമുള്ളതാണ്. ചില അമ്മായിമ്മമാരുണ്ട്, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മോളെ അതൊക്കെ ഇങ്ങോട്ട് ഉയർത്തന്നേക്ക്, ഉമ്മ ലോക്കറിൽ വെച്ചോളാം. ഉമ്മക്ക് ലോക്കറിൽ വെക്കാനല്ല അവക്കടെ വാപ്പ അത് കൊടുത്തത്. ഈ ജാതി ഡയലോഗും കൊണ്ട് ഉമ്മമാർ വരരുത് കേട്ടോ. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഉമ്മമാർ, പഴയ കാലത്ത് മാത്രമൊന്നുമല്ല. ഉമ്മക്ക് ലോക്കറിൽ വെക്കാനാണല്ലോ അത്. ലോക്കറിൽ വെക്കാൻ ആ കൊച്ചിനറിയാം, അവളത് വെച്ചോട്ടെ. ഇനി ഭർത്താവുണ്ട്, നിന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ നിനക്ക് കിട്ടിയതൊക്കെ എനിക്കുള്ളതാ, എനിക്ക് തന്നത്, പിന്നെ എനിക്ക് എന്നത്. നാണം കെട്ടവന്മാരാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട്. ഏതിന്? കച്ചവടത്തിന് വേണ്ടി കല്യാണം കഴിക്കണവന്മാരുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. കല്യാണം കഴിച്ച് ഒരു 10 പവൻ കിട്ടിയിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. എടാ, നാണമുണ്ടോ നിനക്കൊക്കെ? ഇന്നൊരു കാര്യം കൂടെ പറയട്ടെ, അവൾ ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിക്കാം, ഫൈൻ തുപ്പിനലക്കും. ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിച്ചോ, നിങ്ങൾ കഴിച്ചോന്നാണ് ഖുർആൻ പറയണത്. എന്നാൽ അവളിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങൽ നിഷിദ്ധാണ് മോനെ, ചെയ്യാൻ പാടില്ല. അത് അവളുടെ സ്വത്താണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, പിന്നെ നിങ്ങൾ തമ്മിൽ വളരെ അടുത്തു, ഒരുപാട് നിങ്ങൾ അടുത്തു, വല്ലാത്തൊരു പ്രണയബന്ധം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ നിൻ്റെ എന്നുള്ള വേർതിരിവൊന്നും അവിടെ വരില്ല. വേർതിരിവൊന്നും അവിടെ ഉണ്ടാവില്ല. എൻ്റേതെല്ലാം ഇക്കാക്കുള്ളതാണ്, ഇക്കാക്കാടേതെല്ലാം എനിക്കുള്ളതാണ്. ഈ സംഗതി ഉണ്ട് അവിടെ. പിന്നെ നിൻ്റെ സ്വർണ്ണം എൻ്റെ സ്വർണ്ണം ഒന്നുമില്ല, നമ്മുടെ സ്വർണ്ണം അല്ലേ. ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ, വി ആർ പ്രഗ്നൻറ്റ്, നമ്മൾ ഗർഭിണിയാണെന്ന് പറയണ പോലെ. ഇത് നമ്മുടേതാണ്, നിൻ്റേത് എൻ്റേതൊന്നുമല്ല. ഇതിനെന്ത് വേണം? പ്രണയം വേണം. ആ പ്രണയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മഹർ കുറയ്ക്കുക ബറക്കത്തുള്ള പെണ്ണിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, ഇനി 4-മത്തേത് എന്താണ്? മിനൽ ബറക്കത്തി അൽ മർഅ തബ്കീറുഹാ ബിൽ ഉൻസ. മിൻ ബറക്കത്തിൽ മർഅ, പെണ്ണിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിക്കുക എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു ബറക്കത്താണ്. യാ അല്ലാഹ്, ഇത് തിരിച്ചറിയാതെ കുറേ കാക്കമാരുണ്ട്, താത്താമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് ലേബർ റൂമിൽ എൻ്റെ വൈഫിനെ കൊണ്ടുപോയിരിക്കുന്നു, അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ലേബർ റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ട് ഒരുത്തൻ അവിടെ പുറത്ത് നിൽപ്പുണ്ട്. പിന്നാലിൻ്റെ ആളുടെ ഭർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. പെൺകുട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ മുഖമങ്ങ് ഇങ്ങനെ ചിരിച്ചിരുന്നാണ്. കുഞ്ഞിനെ മേടിക്കുമ്പോഴത്തെ ഇങ്ങനെ ആയിപ്പോയി. അന്നേരം പെൺകുഞ്ഞിനോട് എനിക്ക് എത്ര അടങ്ങിയത്? നിന്നെ ഒരു ഉമ്മ പ്രസവിച്ചല്ലേ. എന്നാൽ ചില അമ്മായിമ്മമാരുണ്ട്, അവൾ പേരണതൊക്കെ പെണ്ണാമേ, അവൾ ആണിനെ പ്രസവിക്കൊന്നുമില്ല, അവൾ ഒരറ്റാട്ടി കൊടുക്കണ്ടേ. അള്ളാഹു അല്ലേ ആണും പെണ്ണൊക്കെ തീരുമാനിക്കണത്. ഇനി മനുഷ്യനതിന് വല്ല റോളും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, പെണ്ണിനാകെ ഉള്ളത് എക്സ് ക്രോമസോംസ് ആണ്. ആണിൻ്റെ കയ്യിലാണ് XY കിടക്കുന്നത്. ആണ് ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? XY വന്നാലേ ആണ് ജനിക്കൂ, XX വന്നാലും പെണ്ണേ ജനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും ഈ സംഗതി രണ്ടും കയ്യിലുള്ളത് ആണിൻ്റേതാണ്. നിങ്ങളുടെ മകൻ കാരണമാണ് അവൾക്ക് പെണ്ണ് ജനിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ മോനെയാണ് നിങ്ങൾ ചീത്ത പറയേണ്ടത്, അല്ലാണ്ട് അവളെയല്ല. മനസ്സിലായോ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ആദ്യം പെൺകുഞ്ഞ് ജനിക്കാമെന്ന് പറയുന്നത് ബറക്കത്താണ്. അപ്പോൾ ചിലർക്ക് സങ്കടം, ഉസ്താദേ ഞങ്ങൾക്ക് ആദ്യത്തെ ആൺകുട്ടി, അപ്പോൾ ഞങ്ങൾക്കൊന്നും ബറക്കത്തില്ലേ? എന്നല്ല. പെൺകുഞ്ഞ് ആണും ബറക്കത്ത് പെണ്ണും ബറക്കത്തൊക്കെ തന്നെ. പക്ഷെ ആദ്യം ഒരു പെൺകുഞ്ഞ് ജനിക്കാമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബറക്കത്ത് തന്നെയാണ്. ചിലർക്ക് ആൺകുട്ടി മാത്രമേ ഉള്ളൂ, പെൺകുട്ടി ഉണ്ടാവണമെന്നത് വരക്കാൻ പറഞ്ഞവരുണ്ട്, അള്ളാഹു നൽകട്ടെ. ചിലർ പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഒരു ആൺകുട്ടിക്ക് കൊതിയുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു അതും നൽകട്ടെ. അതെല്ലാം തരുന്നവനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും ആണ് പെണ്ണെന്നുള്ള വേർതിരിവ് മക്കൾക്കിടയിൽ നമ്മൾ കാണിക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, ദാറുൽ ഫർഹ്, സന്തോഷത്തിൻ്റെ വീട്, സന്തോഷത്തിൻ്റെ ഭവനം. ആർക്കാ അതുള്ളത് എന്നറിയോ? അത് കുഞ്ഞുമക്കളെ ചിരിപ്പിക്കുന്നവർക്കാ. കഷ്ടപ്പാടാണ് കുട്ടികളെ ചിരിപ്പിക്കാനല്ലേ. കരയിപ്പിക്കാൻ ഭയങ്കര ഈസി അല്ലേ. ഒരു 2 ബഹളം ഉണ്ടാക്കി 2 ചാട്ടം ചാടി ഒരു അടിയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ആ കുഞ്ഞിൻ്റെ മുഖത്തൊരു ചിരി കണ്ടാലുണ്ടല്ലോ, റബ്ബുൽ ആലമീൻ എന്ത് സന്തോഷം എന്നറിയോ. അതിന് നിനക്ക് പകരം തരുന്നത് ദാറുൽ ഫർഹ്, സന്തോഷത്തിൻ്റെ ഭവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളിങ്ങനെ കരയിപ്പിക്കല്ലേ, വെറുതെ ഇട്ടടിക്കല്ലേ, ഒരുപാട് ചീത്ത പറയല്ലേ. ഒന്ന് ചിരിപ്പിക്ക്. ആ കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കാൻ നമ്മളല്ലാതെ ആരുള്ളത്?
അപ്പോൾ ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ആ വിഷയത്തിൽ പാടില്ല. ചില വീട്ടിൽ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ആൺകുട്ടിക്ക് കൊടുക്കും. ഇല്ല, പെൺകുട്ടിയെ പരിഗണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവൾ ഒരുപാട് വിവേചനം നേരിടുമ്പോൾ അവൾക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ള തോന്നൽ ചെറുപ്പത്തിലുണ്ടാകണം. ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നുമില്ല, എല്ലാവരും ചേർത്ത് പിടിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചെറുപ്പത്തിലെ വളരെ ചെറുപ്പം മുതലേ പെൺകുട്ടികൾ കേൾക്കുന്നൊരു സംഗതിയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ വല്ല വീട്ടിലേക്കും പോകേണ്ട പെണ്ണാണ് കിടന്ന് കാണിക്കാനാണ്ടില്ലേ. ഇനി ശരി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവളൊരു വീട്ടിലേക്ക് കയറി ചെന്നു നോക്കുക, അവിടെ പറയുന്നത് എന്താ? വല്ല വീട്ടിൽ നിന്നും കയറി വന്നോളാണ് അവൾ കിടന്ന് കാണിക്കാനാണ്ടില്ലേ. എടോ, പിന്നെ അവൾക്കൊരു ഇടം എവിടെയാണ്? അവിടെ എവിടെയാടോ? അവൾക്കൊരു സ്ഥലം വേണ്ടേ? സ്വന്തം വീട്ടിൽ പറയണെന്താ? വല്ലയിടത്തോട്ടും പോകേണ്ട പെണ്ണാണ്. കയറി ചെന്ന വീട്ടിൽ പറയണെന്താ? വല്ലയിടത്തുനിന്നും വന്ന പെണ്ണാണ്. എടാ, ഇവളെവിടെ? ഇവൾക്കൊരു സ്ഥാനം വേണ്ടേ? ഒരിക്കലും അങ്ങനത്തെ വർത്താനൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയരുത് കേട്ടോ. എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് മക്കളുണ്ടായിട്ടുള്ളത്? ആണോ? ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചു വിടുന്നതിനെ കുറിച്ചാണ് ആളുകൾക്ക് ആദ്യം. കെട്ടിക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് മക്കൾ അല്ലാഹു തആല തന്നിട്ടുള്ളത്? എടാ, അല്ലാഹ് തന്ന അമാനച്ചാണ്. നന്നായി വളർത്ത്, നല്ല സ്വാലിഹത്തായി വളർത്ത്, ആവശ്യമുള്ളതൊക്കെ കൊടുക്ക്. എന്നിട്ട് ആ കുഞ്ഞിനെ വിവാഹം ചെയ്യേണ്ട സമയത്ത് റബ്ബ് നിൻ്റെ കൂടെ ഉണ്ടാവും. നല്ല സ്വാലിഹായ വരണ തന്നെ കെട്ടിച്ചു കൊടുക്ക്. അതല്ലേ ചെയ്യേണ്ടതല്ലാതെ ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ കൊടുത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ട്രോമ ഉണ്ടാക്കി വെക്കരുത്. കല്യാണം കഴിഞ്ഞാലും എനിക്കെൻ്റെ വാപ്പിയമ്മ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകണം. എന്തെങ്കിലുമൊക്കെ വലിയ പ്രയാസം ഉണ്ടായാലും കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാപ്പീനോട് വെച്ച് പറയുമ്പോൾ അവിടെ കത്തിക്കരുത്, തീയിടരുത്. സാരല്ലടാ, ശരിയായിക്കോളും. എന്നാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ മോള് കടിച്ചു പിടിച്ച് നിൽക്ക് എന്നൊന്നും പറയരുത്. നിനക്ക് വാപ്പുണ്ട്, എൻ്റെ മോള് വേണ്ടാത്തൊരു ചിന്ത എൻ്റെ മോക്കടെ മനസ്സിൽ വരരുത്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട് എന്നുള്ള ബോധ്യ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കണം. ഇത് ചെറുപ്പം മുതലേ. ഞാൻ തനിച്ചല്ല, എനിക്കെൻ്റെ റബ്ബുണ്ട് അല്ലേ, എനിക്കെൻ്റെ റബ്ബ് തന്ന മാതാപിതാക്കളുണ്ട്, എനിക്കെൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഒരു ബോധ്യ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാകണം. ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഈ 4 കാര്യങ്ങൾ ലൈഫിലുള്ള ബർക്കത്തുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.